എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇതാ കാശ്മീരിലാണുള്ളത്. നമ്മുടെ കാശ്മീർ സീരീസിൻ്റെ അടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഇവിടെ എല്ലാം റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. എക്സൈറ്റ്മെൻറ്റ് അറ്റ് ദ പീക്ക് എന്നൊക്കെ പറയുന്ന പോലെ എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഉള്ളത്. കാരണം നമ്മൾ ഫസ്റ്റ് തന്നെ പോകുന്നത് ഇവിടെയുള്ള ദാൽ ലേക്കിലോട്ടാണ്. നമ്മൾ ചെറുപ്പം തൊട്ടേ പാട്ടിലും മൂവീസിലും ഒക്കെ കണ്ട് ശീലിച്ച മനോഹരമായൊരു ദാൽ ലേക്കിൽ ആ ഒരു ഷിക്കാർ റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അവിടെ നമ്മൾ 2 മണിക്കൂറോളം നമ്മൾ ദാൽ ലേക്ക് മുഴുവൻ ആ ഒരു ഷിക്കാരയിൽ ചുറ്റി കാണും. അപ്പം അവിടെ പോയിട്ട് നമുക്ക് അവിടെയുള്ള കാഴ്ചകൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ വണ്ടിയൊക്കെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. എല്ലാവരും ഇതാ വണ്ടിയിലോട്ട് കയറാൻ പോവാണ്. വിവിധ സ്ഥലത്തുനിന്ന് വന്ന ആളുകളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒന്നിച്ച് കുറച്ച് ദിവസം കാശ്മീർ ഇവിടെ ഉണ്ടാവും. എന്നിട്ട് എല്ലാ കാഴ്ചകളും നമ്മൾ ഇവിടുന്ന് കണ്ടിട്ടേ തിരിച്ചു പോവുള്ളൂ. ഇവിടെ നമ്മൾ കാശ്മീരിൽ താമസിക്കുന്ന ഹോട്ടലാണിത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ ഈ ഒരു യാത്രയുടെ ഡീറ്റെയിൽസും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പം നിലത്തൊക്കെ നോക്കിയാൽ കാണാം, ഇതൊക്കെ മഞ്ഞ് വീണതാണ്. നേരത്തെ ഒക്കെ നല്ല മഞ്ഞ് വീഴ്ചയായിരുന്നു. ഇപ്പോഴാണ് മഞ്ഞ് വീഴ്ച ഒന്ന് കുറഞ്ഞത്. അപ്പം എന്തായാലും നമുക്ക് ഇവിടുന്ന് പോയിട്ട് ആ ഒരു ഷിക്കാരെ കയറി ദാൽ ലേക്ക് മുഴുവൻ ഒന്ന് ചുറ്റി കണ്ടിട്ട് വരാം. നമ്മളെവിടെ ഇപ്പോൾ ദാൽ ലേക്കിൻ്റെ അടുത്തോട്ട് വന്നതാ. ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു 2 മണിക്കൂർ നമുക്ക് ഷിക്കാര റൈഡാ. ദാൽ ലേക്ക് ഫുള്ള് നമ്മൾ ചുറ്റി കാണും. നല്ല തണുപ്പാണ്, -4. ഇവിടെ ഏതാ ദാൽ ലേക്ക് ആട്ടോ ഈ കാണുന്നത്. നമ്മളവിടെ നമ്മുടെ ഷിക്കാര കയറാൻ വേണ്ടി പോവാ. നല്ല തിരക്കുണ്ട്. ഇവിടെയൊക്കെ കണ്ടു ഇഷ്ടം പോലെ. എല്ലാരും നോക്കിട്ടോ, എല്ലാരും വന്നോ. മഞ്ഞ് വീണിട്ടേ പെട്ടെന്ന് സ്ലിപ്പറി ആവും. നമ്മള് ഷിക്കാര കയറാൻ പോവാണ്. ഉണ്ടോ ഇതുപോലുള്ള ഷിക്കാരകളൊക്കെ നമ്മള് കയറും. ഇവിടെയുള്ള പട്ടികളൊക്കെ ഉണ്ടോ? ഈ ഒരു ദാൽ ലേക്കിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള മലകളാണ് കാണുന്നത്. അവിടെയൊക്കെ മഞ്ഞ് വീണിട്ട് മുകളിലോട്ടുള്ള വ്യൂ ഒന്നും കിട്ടൂല നമുക്ക്. കണ്ടോ, മുകളിൽ മൊത്തം മൂടി കിടക്കുക. നല്ല ഭംഗിയിൽ മഞ്ഞിങ്ങനെ മൊത്തം മൂടി, എന്താ പറയണ്ടേ, ഫുൾ മഞ്ഞായിട്ട് കിടക്കുന്നത്. ഈ യാത്ര ചെയ്യുന്ന ദാൽ തടാകമില്ലേ, ഇത് പൂക്കളുടെ തടാകം, ശ്രീനഗറിൻ്റെ രത്നം എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. പ്രധാനമായിട്ടും മത്സ്യബന്ധനത്തിനും അതുപോലെ തന്നെ ജലസസ്യങ്ങളുടെ വിളവെടുപ്പിനൊക്കെ ഈ ഒരു തടാകത്ത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ ഈ ഒരു തടാകം വിനോദസഞ്ചാരികൾ അവർ ഇതേപോലെയുള്ള ഷിക്കാരകളിൽ റെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ടൂറിസം ആണ് ഇന്ന് കാശ്മീരിൻ്റെ മൊത്തത്തിലുള്ള ഏറ്റവും വലിയ വരുമാനം എന്ന് പറയുന്നത്. ഈ ഒരു ദാൽ തടാകത്തിനൊരു ചരിത്രമുണ്ട്. അതെന്താ നിങ്ങൾക്കറിയോ? അതായത് പുരാതന സംസ്കൃത ഗ്രന്ഥങ്ങളിലൊക്കെ ഈ ഒരു തടാകം അറിയപ്പെട്ടിരുന്ന പേരായിരുന്നു മഹാസരിത് എന്നുള്ളത്. ഈ ഒരു തടാകത്തിന്റെ കിഴക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഇസബാർ എന്ന് പറയുന്ന ഗ്രാമം ദുർഗാദേവിയുടെ വസതിയായിരുന്നു അത്രേ. അതേപോലെ തന്നെ ഈ ഒരു തടാകത്തിന്റെ തീരം അറിയപ്പെട്ടിരുന്നത് സുരേഷ് വാരി എന്നായിരുന്നു. ശതധാര എന്നറിയപ്പെടുന്ന ഒരു നീരുറവയിൽ നിന്നാണ് ഈ ഒരു തടാകം രൂപം കൊണ്ടതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഈ ഒരു തടാക തീരം അറിയപ്പെട്ടിരുന്ന സുരേഷ് വാരി എന്ന് പറയുന്ന പേര് സുരേശ്വരി എന്ന് പറയുന്നത് പാർവതി ദേവിയാണ്. ആ ഒരു പാർവതി ദേവിയുടെ പേരിൽ നിന്നാണ് അങ്ങനെ സുരേഷ് വാരി എന്നുള്ള പേര് രൂപപ്പെട്ടതെന്നും അങ്ങനെ ഈ ഒരു തടാകം കുറെ കാലങ്ങൾ വരെ ഒരു പവിത്രമായി കണക്കാക്കപ്പെട്ടിരുന്നു. അതായത് ദേവിയായിട്ട് ബന്ധപ്പെട്ടത് കൊണ്ട് തന്നെ ഒരുപാട് കാലങ്ങൾ പവിത്രമായി കണക്കാക്കപ്പെട്ടിരുന്ന ഒരു തടാകമാണ് നമ്മൾ ഈ യാത്ര ചെയ്യുന്ന ദാൽ തടാകം. പിന്നീട് രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ അവർ ഈ ഒരു ശ്രീനഗറിനെ അവരുടെ ഒരു വേനൽക്കാല വിശ്രമ കേന്ദ്രമായിട്ടൊക്കെയാണ് കണ്ടിരുന്നത്. അവരാണ് ഇവിടെ നേരത്തെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ പോലെയുള്ള ഇവിടെയുള്ള മുഗൾ ഗാർഡനും ഒരുപാട് പവലിയനുകളൊക്കെ നിർമ്മിച്ചത്. ഈ ഒരു തടാകത്തിന് ചുറ്റുമായിട്ട് അതൊക്കെ നിർമ്മിക്കുന്ന അവരാണ്. എന്നാൽ 1707 ഔറംഗസേബ് മരിക്കുന്നത്. പിന്നീട് മുഗൾ സാമ്രാജ്യത്തിന് വലിയ പ്രസക്തി ഒന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം പഷ്തൂൺ ഗോത്രങ്ങൾ അവരുടെ ഒരു ആധിപത്യമായിരുന്നു ഈ ഒരു മേഖലയിൽ ഉണ്ടായിരുന്നത്. പഷ്തൂൺ ഗോത്രം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഒരാളെ പറഞ്ഞുതരാം. അതാണ് നമ്മുടെ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അദ്ദേഹമൊക്കെ ഈ ഒരു പഷ്തൂൺ വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു. അവരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നീട് 1814 കാലഘട്ടങ്ങളിലൊക്കെ കാശ്മീർ താഴ്വര എന്ന് പറയുന്നത് ഇവിടുത്തെ രാജാവായിരുന്ന മഹാരാജ രഞ്ജിത് സിംഗിന്റെ അധീനതയിലായിരുന്നു. അദ്ദേഹം ഈ ഒരു പ്രദേശം അഫ്ഗാനിസ്ഥാന്റെ ഭാഗത്തു നിന്നൊക്കെ കുറേ പ്രദേശങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത്
നമ്മൾ ഇന്ന് ഈ കാണുന്ന കാശ്മീർ താഴ്വരയൊക്കെ രൂപപ്പെടുത്തിയത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്. ആ സമയത്ത് ഒരുപാട് സിഖുകാരൊക്കെ ഈ ഒരു പ്രദേശങ്ങളിൽ ജീവിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ രാജ്യത്തിന്റെ പേര് കാശ്മീർ എന്നൊന്നും ആയിരുന്നില്ല, ദോഗ്ര എന്നായിരുന്നു. അങ്ങനെ ആ ഒരു ദോഗ്ര രാജ്യത്തിന്റെ തലസ്ഥാനായിരുന്നു ഈ ഒരു ദാൽ തടാകം ഉൾപ്പെടുന്ന ഇന്നത്തെ ശ്രീനഗർ നമുക്ക് വിളിക്കാൻ പറ്റുന്ന പ്രദേശങ്ങളൊക്കെ. അതുപോലെ തന്നെ ഈ ഒരു തടാകത്തിന്റെ പ്രത്യേകത ശൈത്യകാലത്ത് അത് 1 ഡിഗ്രി മുതൽ -11 ഡിഗ്രി വരെയൊക്കെ ഇവിടുത്തെ ടെമ്പറേച്ചർ കുറയാറുണ്ട്. അതുപോലെ വേനൽക്കാലത്താണെങ്കിൽ 12 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെയൊക്കെയാണ് ഇവിടുത്തെ ഒരു താപനില എന്ന് പറയുന്നത്. ദോഗ്ര രാജാവിന്റെ കാലത്തൊന്നും ഈ ഒരു ദാൽ ലേക്കിൽ ഇതേപോലെയുള്ള ഹൗസ് ബോട്ടുകളോ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ബ്രിട്ടീഷുകാരാണ് ആ ഒരു നിയമമൊക്കെ മറികടന്ന് ആഡംബര ഹൗസ് ബോട്ടുകളൊക്കെ ഇവിടെ കമ്മീഷൻ ചെയ്തത്. അങ്ങനെ ഹൗസ് ബോട്ടുകളൊക്കെ അവരിവിടെ കൊണ്ടുവന്നിട്ട് അവരിതിനെ വിളിച്ചത് ദാലിൽ പൊങ്ങിക്കിടക്കുന്ന ഇംഗ്ലണ്ടിന്റെ ഒരു കഷ്ണം എന്നൊക്കെയാണ്. അവരാണ് ഇന്ന് ഈ കാണുന്ന പോലെ ടൂറിസം മേഖല ഒരു വലിയ രീതിയിൽ ഈ ദാൽ ലേക്കിൽ വളർത്തിക്കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാരുടെ കാലം മുതലാണ്. ഈ കൊണ്ടുവന്നതേ നമ്മുടെ കുങ്കുമപ്പൂവാണ്. നമുക്കറിയാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കുങ്കുമപ്പൂ ഉണ്ടാക്കുന്നത് കാശ്മീരിൽ തന്നെയാണ്. പക്ഷേ ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഈ ദാൽ ലേക്കിൽ വിൽക്കുന്നതിൽ 90% ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഞാൻ 100% പറയാത്തത് ചിലപ്പം ഒറിജിനൽ വിൽക്കുന്നവരുണ്ടാവും, നമ്മൾ അവരെ അടച്ചാക്ഷേപിക്കാൻ പാടില്ലല്ലോ. പക്ഷേ 90 അല്ലെങ്കിൽ 95% നമ്മൾ ഈ ദാൽ ലേക്കിൽ നിന്ന് വാങ്ങിക്കുന്നത് ഒറിജിനൽ ആയിരിക്കില്ല, ഒക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. നമുക്ക് ഇവിടെ തന്നെ ഈ ഒരു കുങ്കുമപ്പൂവ് ബൾക്കായിട്ടൊക്കെ എടുത്ത് വിൽക്കുന്ന ഏരിയകളുണ്ട്, അവിടെ പോയിട്ട് മാത്രമേ വാങ്ങിക്കാവൂ. അതും നമ്മൾ നമ്മുടെ റിസ്കിൽ തന്നെ വാങ്ങിക്കണം, നല്ലപോലെ ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കണം, അവർ പറയുന്ന പൈസയ്ക്കൊന്നും വാങ്ങിക്കരുത്. ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അങ്ങനെ നമുക്ക് സ്വാതന്ത്ര്യമൊക്കെ കിട്ടിയ ശേഷം കാശ്മീരിലെ ഹഞ്ചി എന്ന് വിളിക്കുന്ന ഒരു വിഭാഗമാണ് ഈ ഹൗസ് ബോട്ടുകൾ നിർമ്മിക്കുകയും പരിപാലിക്കുകയും ഒക്കെ ചെയ്യുന്നത്. നമ്മൾ ഈ ദാൽ ലേക്കിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഇഷ്ടം പോലെ കച്ചവടക്കാർ വരും. അതിൽ നമ്മുടെ കാവ ഉണ്ടാവും, ചായ ഉണ്ടാവും, പിന്നെ ഹുക്കകൾ ഉണ്ടാവും, ഇതുപോലെ വിൽക്കാനുള്ള മാലകൾ, വളകൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ, വസ്ത്രങ്ങൾ, ഇതൊക്കെ നമുക്ക് ഈ ഒരു ദാൽ ലേക്കിൽ ഇങ്ങനെ അവർ കൊണ്ടുതരും. ഇത് കണ്ട് ഇഷ്ടംപോലെ കീ ചെയിനുകളുണ്ട്, അതുപോലെ മാലകൾ, അങ്ങനെ ഒട്ടുമിക്ക എല്ലാ സാധനവും നമുക്ക് ഇവിടെ ഇങ്ങനെ കിട്ടും. പക്ഷെ നല്ലപോലെ ബാർഗെയിൻ ചെയ്തിട്ടേ വാങ്ങിക്കാവൂ. നിങ്ങൾ ഈ കാണുന്നതൊക്കെ ഇതിനോട് ചേർന്ന് കിടക്കുന്ന ഹൗസ് ബോട്ടുകളാണ്. അത് പലതും നമുക്ക് താമസിക്കാനുള്ള സെറ്റപ്പ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെയൊക്കെ നിങ്ങൾ താമസിക്കാൻ വേണ്ടി സെലക്ട് ചെയ്യുന്ന സമയത്ത് നല്ലപോലെ ശ്രദ്ധിക്കണം. കാരണം ചൂടുവെള്ളമൊക്കെ കിട്ടുമെന്നൊക്കെ ഉറപ്പ് വരുത്തിയിട്ടേ അങ്ങോട്ടൊക്കെ പോവാവുള്ളൂ. ഇത് കണ്ടോ, ഇത് കാശ്മീരി കാവയാണ്. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവരുടെ അടുത്ത് പറഞ്ഞതാണ്. ഇതാണ് കാവ എന്ന് പറയുന്നത്. കാശ്മീരിൽ ഒട്ടുമിക്ക എല്ലാവരും കുടിക്കുന്ന ഒരു പാനീയമാണ്. നമ്മുടെ നാട്ടിലെ ചായ തന്നെയാണ് സംഭവം. അതിൻ്റെ കൂടെ അവർ ഒരുപാട് സാധനമൊക്കെ മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. നമ്മുടെ നാട്ടിലും ഇപ്പോൾ കാവ്യമൊക്കെ കിട്ടാനുണ്ട്. നമുക്കെന്തായാലും ഇവിടുത്തെ ഒരു ടേസ്റ്റ് എന്തായാലും വ്യത്യാസമായിരിക്കുമല്ലോ. ഏതൊരു സാധനവും അത് ഒറിജിൻ എവിടെയാണോ അവിടുത്തെ ടേസ്റ്റ് എന്തായാലും വേറൊരു സ്ഥലത്തും കിട്ടൂല. അപ്പം നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം എല്ലാവരും കൂടെ ഒന്ന് മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അവർ 50 രൂപയാണ് പറഞ്ഞത്. ഒരുപാട് സാധനമൊക്കെ അതിൽ മിക്സ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കുങ്കുമപ്പൂവും പിന്നെ ബദാമും അതും ഇതൊക്കെ ഇടുന്നുണ്ട് എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് അവർ ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്തിട്ടാണ് നമുക്ക് തരിക. നമ്മളെ വീണ്ടും ഇവിടെ ദാൽ ലേക്കിൽ പോകുന്ന സമയത്ത് സ്നോഫോൾ വന്നു കേട്ടോ. ഇതാണ് അവരിപ്പോൾ തന്ന കാവ കേട്ടോ. ഇതിൻ്റെ അകത്ത് റോസ് പെറ്റൽസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. എന്താ അവസ്ഥ എന്നറിയില്ല, ഒന്ന് കുടിച്ചു നോക്കട്ടെ. വീണ്ടും സ്നോഫോൾ വന്നിട്ടുണ്ട്. കോൺ വന്നതിനേക്കാൾ സ്പീഡിൽ പോയി. അതുപോലെ ഈ ഒരു ദാൽ ലേക്കിന്റെ അകത്തെ 69 ഇനം സസ്യങ്ങൾ വളരുന്നുണ്ട്. അതായത് കൃഷി ചെയ്യുന്നതും അല്ലാത്തതായിട്ടുള്ള പല ജലസസ്യങ്ങളും ഇതിൻ്റെ അകത്ത് വളരുന്നുണ്ട്. അതുപോലെ തന്നെ 10-12 ഇനം മത്സ്യങ്ങളും. ഏറ്റവും കൂടുതൽ ഇതിൻ്റെ അകത്തുള്ളത് കരിമീനാണ്. അല്ലാത്തയുമായിട്ട് 10-12 ഇനം മത്സ്യങ്ങളൊക്കെ ഈ ഒരു ലേക്കിൽ ഉണ്ട് കേട്ടോ. നമ്മൾ ഈ കാണുന്ന പോലെ വെറും വെള്ളം മാത്രമായിട്ട് കിടക്കുന്നൊന്നുമല്ല, ഒരുപാട് സാധനങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. അതുപോലെ നിങ്ങൾ ഈ കാണുന്നില്ലേ, നമ്മുടെ ഒരു മൈനയോടൊക്കെ ചെറിയ സാമ്യമുള്ളൊരു പക്ഷിയാണ്. ഈ ഒരു പക്ഷി എന്ന് പറയുന്നത് ഒരു ദേശാടന കിളിയാണ്. ഇത് ഈ സമയത്ത്, വിൻ്റർ സമയത്ത് ഇങ്ങോട്ടേക്ക് വന്നിട്ട് വിൻ്റർ കഴിയുമ്പോൾ ഇവിടുന്ന് തിരിച്ചു പോകും. അങ്ങനെയുള്ളതാണ്. നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ വലിയൊരു മൈന പോലെ തോന്നും. നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയില്ല. പിന്നെ വേറെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത ഈ ഒരു ദാൽ ലേക്കിനുണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു ദാൽ ലേക്കിൻ്റെ അകത്താണ്. ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ, ഭക്ഷണ സാധനങ്ങൾ, അതുപോലെ തന്നെ ഡ്രസ്സ്, പിന്നെ നമ്മുടെ ഫാൻസി ഐറ്റംസ്,
പിന്നെ നമ്മുടെ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ, അങ്ങനെ ആൻറ്റിക് ഐറ്റംസ്, അങ്ങനെ എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് ഇവിടെ കിട്ടും. വലിയൊരു മാർക്കറ്റ് ഈ ഒരു ദാൽ ലേക്കിൻ്റെ ഉള്ളിലായിട്ടുണ്ട്. അതാണ് നിങ്ങൾ ഈ കാണുന്നതൊക്കെ, അതാണ്. ഇഷ്ടംപോലെ കടകളുണ്ട്. ഈ കടകളിൽ നിന്നൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുക. ഇതേപോലെയുള്ള ശിക്കാരയിൽ പോയിട്ട് കടയുടെ സൈഡിൽ നിർത്തി നമുക്ക് അതിൽ നിന്ന് തന്നെ വാങ്ങിക്കാം, അല്ലെങ്കിൽ ഇറങ്ങി വാങ്ങിക്കാം. ഇതിൻ്റെ അകത്ത് തന്നെ ഭക്ഷണം കഴിക്കാം, അല്ലെങ്കിൽ ഇറങ്ങി ഭക്ഷണം കഴിക്കാം. അങ്ങനെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഫ്ലോട്ടിംഗ് മാർക്കറ്റാണ് ഈ ഒരു ദാൽ ലേക്ക് എന്ന് പറയുന്നത്. അതായത് ഇവിടെയുള്ള ഈ കടകളുടെ ഒക്കെ കച്ചവടം നടക്കുന്നത് ഈ ദാൽ ലേക്കിലൂടെ വരുന്ന വിനോദസഞ്ചാരികളെ വെച്ചിട്ടാണ്. അപ്പം അങ്ങനെ ഒരു വലിയ പ്രത്യേകത കൂടി ഈ ഒരു ദാൽ ലേക്കിനുണ്ട്. അടി ഞാൻ നിർത്തുവാണേ. അല്ല എന്റെ ഫോണിന്റെ ചാർജ് ചെയ്തു. ഇവിടെയൊക്കെ കണ്ടോ വുഡിലൊക്കെ ചെയ്തിട്ടുള്ള മനോഹരമായിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ കണ്ടോ. ഇതിൽ മേശ, അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ ഭംഗിക്ക് വേണ്ടി വെക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, നിലത്ത് വിരിക്കുന്ന കാർപ്പറ്റുകൾ, ഡ്രസ്സുകൾ, അങ്ങനെ ഇഷ്ടം പോലെ ഐറ്റംസ് ഇവിടെയൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഇന്ത്യയിലെ തന്നെ ഈ ഒരു ടൈപ്പ് മാർക്കറ്റ്. പിന്നെ നമ്മൾ എങ്ങനത്തെ മാർക്കറ്റ് നോക്കുകയാണെങ്കിലും എല്ലാ ഐറ്റംസും കിട്ടുന്ന സ്ഥലമാണിത്. നല്ല ഭംഗിയിൽ നമുക്ക് ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. ലൈഫിൽ ഒരിക്കലെങ്കിലും ഇതൊക്കെ നമ്മൾ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യണം. നമ്മളെപ്പോഴും നടന്നിട്ട് വണ്ടിയൊക്കെ എടുത്ത് മാർക്കറ്റിൽ പോയിട്ട് വരിക എന്നൊക്കെ പറയുന്നതിന് ഒരു വ്യത്യസ്തമായിട്ട് ഇതേപോലെയുള്ള ചെറിയ ചെറിയ, നമ്മുടെ നാട്ടിൽ വള്ളങ്ങൾ എന്ന് പറയാം, അത് ശിക്കാര എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും, അപ്പം അതുപോലെയുള്ള ഇതിൽ നമ്മളിങ്ങനെ തുഴഞ്ഞു പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കുക, തിരിച്ചു വരിക. കുട്ടനാട്ടിലൊക്കെ, നമ്മുടെ കേരളത്തിലെ കുട്ടനാട്ടിലൊക്കെ ഇങ്ങനെ ആളുകൾ സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോകുന്നത് കണ്ടിട്ടുണ്ട്. ഇപ്പം നമ്മളെ നാട്ടിലും ചെറിയ ചെറിയ ചായക്കടകളൊക്കെ ഇതേപോലെയുള്ള ചെറിയ, എന്താ പറയുക, നമ്മളെ വഞ്ചി സെറ്റപ്പൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ചായക്കടകളൊക്കെ വന്നിട്ട് ഞാൻ കുറേ റീൽസൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇൻസ്പയർ ആവുന്നത് ഇവിടെ നിന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ അകത്ത് ഇഷ്ടംപോലെ അങ്ങനത്തെ ഉണ്ട്. നമുക്ക് ചായ കുടിക്കാനും സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ ഉള്ള സെറ്റപ്പ് ഇതിൻ്റെ അകത്തുണ്ട്. അത് കണ്ടോ, അതാണ് ഹുക്കയാണ് കേട്ടോ. അത് നമ്മൾ വേണമെന്ന് പറഞ്ഞാൽ അവർ നമ്മുടെ കൂടെ തുഴഞ്ഞു വരും. എന്നിട്ട് ഈ ഒരു റൈഡ് അവസാനിക്കുന്നത് വരെ നമുക്ക് ആ ഹുക്ക് ഉപയോഗിക്കാൻ പറ്റും. 500 രൂപയൊക്കെയാണ് അവർ പറയുന്നത്. ഇതാണ് ഐറ്റം. അതിൽ നമ്മൾ പറയുന്ന ഫ്ലേവറൊക്കെ അവർ മിക്സ് ചെയ്തിട്ട് നമുക്കിത് സെറ്റ് ചെയ്ത് തരും. എന്നിട്ട് നമ്മുടെ കൂടെ തന്നെ അവർ വരും. നമ്മൾ ഈ ഒരു റൈഡ് കഴിഞ്ഞ് പോകുന്നത് വരെ നമുക്കത് യൂസ് ചെയ്യാനാണ് അവർ പറയുന്നത്. ഏതാ ഫ്ലേവർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരതൊക്കെ സെറ്റാക്കി തരും. അപ്പം അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. പക്ഷെ ഭയങ്കര റേറ്റാണ്. 800-1000 ഒക്കെയാണ് പറയുന്നത്. നമ്മളിങ്ങനെ ബാർഗെയിൻ ചെയ്യണം. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത, നമ്മൾ എന്ത് കാര്യവും ബാർഗെയിൻ ചെയ്യുന്ന പോലെയാണ് നമുക്ക് കിട്ടുന്ന സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഇവിടെ താമസിക്കാനുള്ള സെറ്റപ്പുകളാണ്. പക്ഷേ നിങ്ങൾ ഇവിടെ താമസിക്കാനൊക്കെ ഇവിടെ വന്ന് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവരോട് ആദ്യം ഒക്കെ പറഞ്ഞ് റെഡിയാക്കണം. കാരണം ഇല്ലെങ്കിൽ നമുക്ക് ചൂടുവെള്ളം കിട്ടൂല, ഒന്നും കിട്ടൂല, തണുത്ത് മരവിച്ചു പോകും. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഇവിടെ ഒന്നും ചൂടുവെള്ളം കിട്ടൂല. ഏകദേശം നമ്മളിപ്പോൾ ഒരു 1.5 മണിക്കൂറായിട്ട് ദാൽ ലേക്കിലൂടെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുക. ഒരു റൈഡ് എന്ന് പറയുന്നത് 2 മണിക്കൂറാണ്. 2 മണിക്കൂർ കൊണ്ട് അവർ നമ്മൾ ഈ ദാൽ ലേക്ക് മൊത്തം ചുറ്റി തിരിച്ചവിടെ എത്തിക്കും. അങ്ങനെയാണ് നമുക്ക് ഒരു റൈഡ് ഇവിടെ കിട്ടുക. നമ്മളിപ്പോൾ അവിടെ നിന്ന് ശിക്കാർ റൈഡ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടേ ഉള്ളൂ. ഇപ്പോൾ നല്ല സ്നോഫോളാണ്, നല്ല തണുപ്പ് വന്നു തുടങ്ങി. നമ്മുടെ കൂടെയുള്ള ടീമൊക്കെ വന്നുകൊണ്ടിരിക്കുക. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്തായാലും ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പം നിങ്ങൾ കാശ്മീരിൽ വരുന്ന സമയത്ത് ശ്രീനഗറിൽ ഈ ഒരു ദാൽ ലേക്കിൽ വന്നിട്ട് ഈ ശിക്കാര എടുക്കണം. പിന്നെ നല്ലപോലെ ബാർഗെയിൻ ചെയ്യുക, മാക്സിമം ബാർഗെയിൻ ചെയ്തിട്ടൊക്കെ എടുക്കണം. അപ്പോൾ നമുക്ക് നല്ല റേറ്റ് കുറച്ചൊക്കെ കിട്ടും. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മളിപ്പോൾ കണ്ട കാഴ്ചകളൊക്കെ നേരിട്ട് വന്ന് കാണുമ്പോൾ കുറച്ചുകൂടി ത്രില്ലിംഗ് ആയിരിക്കില്ലേ. അപ്പം ഇപ്പോഴും നിങ്ങൾക്ക് പുറത്തോട്ട് നോക്കിയാൽ മനസ്സിലാവും നല്ല രീതിയിൽ സ്നോഫോൾ ഉണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത കാഴ്ചകളിലോട്ട് പോവുകയാണ്. ഇവിടെ നിന്ന് നമുക്ക് ഇനി അങ്ങോട്ട് ഇന്ന് മുഴുവൻ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. അതൊക്കെ നിങ്ങൾ വരുന്ന വീഡിയോസിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇല്ലെങ്കിൽ ലെങ്ത് ഒരുപാട് കൂടി പോകുന്നതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് മറ്റൊരു ദിവസം കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.